Hi Hello, everyone. today our video is about primary market instruments. What is a primary instrument? A primary instrument is a financial investment whose price is based directly on its market value. A financial instrument can be any type of financial investment that is price based on its own value, such as stocks, bonds, currency, etc. So, important instruments used to raise capital from the new or primary market are equity shares, preference shares, debentures, and bonds. So, under the equity shares and preference shares, they are ownership capital. Debentures and bonds are included in the debt capital. So, shares like equity shares, preference shares, and classification of preference shares are cumulative and non-cumulative, redeemable and irredeemable, convertible and non-convertible, participating and non-participating, preference shares with warrant, equity shares with detachable warrant, Indian depositories. Then debentures or bonds, secured or mortgage debentures, unsecured naked debentures, non-convertible debentures, fully convertible debentures, partly convertible debentures, secured premium notes, zero interest debentures, and floating rate debentures. ദെൻ നമുക്കറിയാം ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ആർ ഓർഡിനറി ഷെയർസ്. ബിക്കോസ് എന്താ കാരണം? ബിക്കോസ് ദി ഷെയർസ് ഡു നോട്ട് ക്യാരി എൻ പ്രിഫറൻഷ്യൽ റൈറ്റ് അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഡിവിഡൻഡ് എപ്പോഴാണ് കൊടുക്കുന്നത് ഇക്വിറ്റി ഷെയർസ് ഹോൾഡേഴ്സിന്? ദ പേയ്മെൻറ്റ് ഓഫ് ദ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ടു ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഇക്വിറ്റി ഷെയർ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡാണ്. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ പോലെ ഫിക്സഡ് റേറ്റ് ആണോ? അല്ല, ഇറ്റ് ഈസ് നോട്ട് ഫിക്സഡ്. ഡിവിഡൻഡ് എപ്പോഴും അക്കോർഡിംഗ് ടു ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ കമ്പനി ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കും. ഇഫ് company has earned no profit, equity shareholders will not get any dividend also. So in the event of winding up, the equity shareholders are paid last. സോ അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? അൾട്ടിമേറ്റ് ഓണേഴ്സാണ് കമ്പനിയുടെ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ദേ ആർ ദ റിസ്ക് ബെയറേഴ്സ് ആൻഡ് ഓൾ ദ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി ഷുഡ് ഹാവ് സം ഫേസ് വാല്യൂ അല്ലേ. അതെവിടെ നമുക്ക് അവരുടെ ഷെയർ സർട്ടിഫിക്കറ്റിലാണ് അത് നോട്ട് ചെയ്ത് കാണിക്കുന്നത്. സോ ഇക്വിറ്റി ഷെയർസ് ക്യാൻ ബി classified as blue chip shares, growth shares, income shares, cyclical shares, defensive shares, speculative shares, stalwarts, fast growers, slow growers, turnaround and asset plays. സോ ഫസ്റ്റ് തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ ആദ്യത്തെ ബ്ലൂ ചിപ്പ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഷെയർസിനെയാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള, മെച്യൂർഡ് ആയിട്ടുള്ള, വെൽ എക്സ്റ്റാബ്ലിഷ്ഡ് കമ്പനീസിൻ്റെ ഷെയർസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന് വിളിക്കുന്നു. Because they have a good track record of earnings and dividend payouts. So blue chip companies are financially sound. Investors have good confidence about these companies. The shares issued by these blue chip companies are known as blue chip shares. The price of the shares of the blue chip companies is normally high. They offer a moderate dividend which is normally stable and consistent. The next classification is growth shares. സോ ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോയിങ് കമ്പനീസിൻ്റെ ഷെയർസിനെയാണ് നമ്മൾ ഗ്രോത്ത് ഷെയർസ് എന്ന് വിളിക്കുന്നത്. ബിക്കോസ് വൈഡ് സ്കോപ്പ് ഓഫ് ഡെവലപ്മെൻ്റ് ഒക്കെ ആയിരിക്കും ഈ കമ്പനീസിൻ്റെ പ്രത്യേകത. ദേ എക്സ്പാൻഡ് ദെയർ ബിസിനസ് ബൈ റീഇൻവെസ്റ്റിംഗ് ദെയർ ഏർണിങ്സ് ഇൻ പ്രോഫിറ്റബിൾ ചാനൽസ്. അതുകൊണ്ട് തന്നെ ദേ ഹാവ് എ ഗുഡ് സ്റ്റാൻഡിങ് ഇൻ ദ മാർക്കറ്റ്. ദ ഷെയർസ് ഓഫ് ദ ഗ്രോത്ത് കമ്പനീസ് ആർ ഏകദേശം ഒരു മോർ ഓർ ലെസ് ബ്ലൂ ചിപ്പ് കമ്പനീസ് പോലെ തന്നെയാണ് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഗ്രോത്ത് ഷെയർസിൻ്റെ ഷെയർസ് ഓഫ് റിലയൻസ് കമ്പനി നമുക്ക് ഗ്രോത്ത് ഷെയർസ് ടൈപ്പ് ഓഫ് ഷെയർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഇൻകം ഷെയർസ്.
ഇൻകം ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇക്വിറ്റി ഷെയർ ആണെന്ന് നോക്കാം. ബിക്കോസ് ഇൻകം ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം കമ്പനീസ് ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഫർദർ എക്സ്പാൻഷനിലൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ബിക്കോസ് അവരുടെ ഓപ്പറേഷൻസ് എപ്പോഴും സ്റ്റഡി പൊസിഷനിലായിരിക്കും. സോ ഇവരുടെ ഒരു എൻഡയർ ഏണിങ്സ് അവരെപ്പോഴും ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരായിരിക്കും. സോ അങ്ങനെ ഈൽഡ് എന്തായാലും ഹൈ ഈൽഡാണ്, അതുപോലെ സ്റ്റേബിളായിട്ട് നമുക്ക് മാർക്കറ്റ് പ്രൈസ് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഷെയർസിനെ നമ്മൾ ഇൻകം ഷെയർസ് എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഷെയർസ് ആർ സൈക്ലിക്കൽ ഷെയർസ്. സൈക്ലിക്കൽ ഷെയർസ് എന്ന് സൈക്കിൾ പോലെ തന്നെ ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള, അതായത് സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഷെയർസിനെയാണ് നമ്മൾ സൈക്ലിക്കൽ ഷെയർസ് എന്ന് പറയുന്നത്. ബിക്കോസ് ബൂം പീരീഡ് അതിനെ അഫക്റ്റ് ചെയ്യുന്നു, ബിയർ പീരീഡ് അതിനെ അഫക്റ്റ് ചെയ്യുന്നു. Because it is the companies perform well, and in depressed period these companies perform shows a decline trend. So cyclical ആണ് ഇവരുടെ പെർഫോമൻസ്. സോ yield of such shares അപ്പോൾ എങ്ങനെയായിരിക്കും? ഇൻ ബിറ്റ്വീൻ ദ ലോ ടു മോഡറേറ്റ് ആയിരിക്കും. അതായിരിക്കും സൈക്കിൾ ഷെയർസ് ഓഫ് കമ്പനീസിൻ്റെ പ്രത്യേകത. ദെൻ എന്താണ് ഡിഫെൻസീവ് ഷെയർസ് ഓഫ് കമ്പനീസ്? ഡിഫെൻസീവ് ടൈപ്പ് ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനീസ് മീൻസ് സച്ച് ആസ് ഫുഡ് പ്രോസസ്സിംഗ്, ബിവറേജസ്, ഡ്രഗ്സ്, അങ്ങനെയുള്ള ഷെയർസ് ഓഫ് കമ്പനീസിനെയാണ് നമ്മൾ ഡിഫെൻസീവ് ഷെയർസ് എന്ന് വിളിക്കുക. സോ ദ ഇൻകം ഓഫ് ദി ഷെയർസ് ഈസ് മോഡറേറ്റ് ത്രൂ ഔട്ട് ദ സൈക്ലിക്കൽ പീരീഡ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഷെയർസ് ഈസ് സ്പെക്കുലേറ്റീവ് ഷെയർസ്. ദീസ് ടൈപ്പ് ഓഫ് ഷെയർസ് റിസ്കി ക്ലാസ് ഓഫ് ഷെയർസിനെയാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. സോ ഈ സ്പെക്കുലേറ്റേഴ്സിൻ്റെ എന്താ അർത്ഥം എന്താ? ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ആയിരിക്കും അവർ. മാർക്കറ്റ് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് ഡീപ്പ് നോളജ് അവർക്ക് ഉണ്ടാവും. സോ ദി സ്പെക്കുലേറ്റേഴ്സ് ഡീൽ വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ഷെയർസ് ആൻഡ് മേക്ക് ഷോർട്ട് ടേം ഗെയിൻസ്. ദെൻ സ്റ്റാൾവാർട്ട്സ് ആരാണ്? സർട്ടൻ ബിഗ് കമ്പനീസ് ഹാവ് ദ എബിലിറ്റി ടു സർപ്പാസ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് ദ കമ്പനി. They are not swift climbers. Such companies are known as giant companies, and shares issued them are known as stalwarts. സോ അതുപോലെ തന്നെ ഫാസ്റ്റ് ഗ്രോവേഴ്സ്, സ്ലോ ഗ്രോവേഴ്സ് കമ്പനീസ് ഉണ്ട്, ടേൺ അറൗണ്ട് കമ്പനീസ് ഉണ്ട്. സോ ദീസ് ആർ ദ ഷെയർസ്. ടേൺ അറൗണ്ട്സിൻ്റെ പ്രത്യേകത എന്താ? വിച്ച് ഹാവ് അക്യുമുലേറ്റഡ് ലോസ് ആൻഡ് ഷോസ് ദ സൈൻസ് ഓഫ് റിക്കവറി സൈൻസ് കാണിക്കുന്ന, അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ലോസസ് ഷെയർസ് ഓഫ് ദ കമ്പനീസ് ഉള്ള കമ്പനികളുടെ ഷെയർസിനെയാണ് നമ്മൾ ടേൺ അറൗണ്ട് എന്ന് വിളിക്കുന്നത്. ദെൻ അസറ്റ് പ്ലേസ്, ദീസ് ആർ ദ ഷെയർസ് ഓഫ് ദ കമ്പനി വിച്ച് ഹാവ് വാല്യബിൾ അസറ്റ്സ് and investors overlook their shares. So such type of shares of the companies are called asset plays. Clear? So a primary instrument is a financial investment whose price is based directly on its market value. Primary instruments എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പ്രൈമറി ഇഷ്യൂ മാർക്കറ്റിലുള്ള ആ ഇൻസ്ട്രുമെൻസിന് മാർക്കറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ടാണ് പ്രൈസ് ഡിറൈവ് ചെയ്യുന്നത്. ആൻഡ് പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ട്രേഡഡ് പ്രോഡക്ട്സ് ലൈക്ക് സ്റ്റോക്ക്, ബോണ്ട്സ്, കറൻസീസ് ആൻഡ് സ്പോട്ട് കമ്മോഡിറ്റീസ് ആണ്. അതിൽ തന്നെ ഇക്വിറ്റി പ്രിഫറൻസ് ക്യാപിറ്റൽ, അതായത് ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റൽ പ്ലസ് ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ് ക്യാപിറ്റലും ഉണ്ട്. Then understanding primary instruments provides the base knowledge for derivatives whose price are derived from the primary underlying assets. So primary instruments എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they will get an idea about trading, how we trade derivative instruments, because derivatives എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this also the prices derived from the primary underlying assets are. So they are known as non-primary instruments such as call and put option, futures are some of the derivatives that can be used to profit from primary instruments. And how the derivatives get their name? Because primary, they are derived from the primary assets. അതായത് ഏതൊരു അസറ്റിൻ്റെ വാല്യൂവിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ പ്രൈസ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഡെറിവേറ്റീവ്സ് എന്ന പേര് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ട്രേഡിംഗ് തുടങ്ങിയത്. ക്ലിയർ? സോ ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസ് ഇക്വിറ്റി ഷെയർസ് കഴിഞ്ഞു. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് നമുക്കറിയാം, ഇറ്റ് ക്യാരി എ പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻസ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ദെൻ ഇവരുടെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഫിക്സഡ് ആണ്. ബിക്കോസ് ഇവരുടെ ഡിവിഡൻഡാണ് ആദ്യം നമ്മൾ പേ ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റിൽ നിന്നാണ്
പേ ചെയ്യേണ്ടത്. പ്രിഫറൻസ് ഷെയർസ് ഒരു നോൺ വോട്ടിംഗ് ഷെയർസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനിയായിട്ട് ദേ ഹാവ് നോ റെപ്രസെൻറ്റേഷൻ ബിക്കോസ് അതൊരു ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റി അഥവാ ഒരു ഡിവിഡൻഡ് പെയ്ഡ് അറ്റ് ദ പ്രീഡിറ്റർമൈൻഡ് ഡേറ്റ് അങ്ങനെ മാത്രമാണ് പ്രിഫറൻസ് ഷെയർസിന് നമ്മൾ കാണാൻ പാടുള്ളൂ. സോ പക്ഷേ ഒരു കണ്ടിൻജൻറ്റ് വോട്ടിംഗ് റൈറ്റ് ഇന്ത്യയിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ആൻഡ് നമുക്കറിയാം ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് 2 or more years ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ദേ ആർ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ആൻഡ് 3 or more അല്ലെങ്കിൽ ഇൻ ദ പ്രിസീഡിങ് 6 years ദേ ക്യാൻ എലക്ട് എ മെമ്പർ ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ആൻഡ് ക്യുമുലേറ്റീവ് ഡിവിഡൻഡ് റൈറ്റ് അവർക്ക് ഉണ്ടാവും. സോ അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സാണ് സോ പ്രിഫറൻഷ്യൽ റൈറ്റ് എൻജോയ് ചെയ്യുന്ന ഇൻ റെസ്പെക്റ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻസ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ദ ക്യാപിറ്റൽ ആൻഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഫിക്സഡ് ആയിരിക്കും പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രത്യേകത. ദെൻ അടുത്തത് ഡിബഞ്ചേഴ്സ് അഥവാ ബോണ്ടാണ്. നമുക്കറിയാം ഇറ്റ് ഈസ് ആൻ അക്നോളജ്മെൻറ്റ് ഓഫ് ദ ഡെപ്റ്റ് അല്ലേ, അതിനെയാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു കമ്പനി ഇഷ്യൂ ഡിബഞ്ചേഴ്സ് വെൻ ഇറ്റ് റിക്വയർസ് അഡീഷണൽ ഫണ്ട്സ്. അപ്പോൾ ഒരു ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ ഡിബഞ്ചർ ഉണ്ട്. ആൻഡ് ഇൻട്രസ്റ്റ് നമ്മൾ പെയ്ഡ് ഒന്നുമില്ലെങ്കിൽ ആനുവലി അല്ലെങ്കിൽ ഹാഫ് ഇയർ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആൻഡ് ഡിബഞ്ചർ ഈസ് എ ലോൺ അല്ലെങ്കിൽ ഒരു ബോറോഡ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയും. രജിസ്റ്റർ ഹോൾഡർ ഓഫ് ദ ഡിബഞ്ചറിനെ നമ്മൾ ഡിബഞ്ചർ ഹോൾഡർ എന്നാണ് വിളിക്കുന്നത്. ഒരു ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയാണ് ബിക്കോസ് ദേ ഹാവ് നോ വോട്ടിംഗ് റൈറ്റ്സ്. സോ ഡിബഞ്ചേഴ്സ് ആൻഡ് ബോണ്ട് സെയിം തന്നെയാണ്. ആൻഡ് ഫേസ് വാല്യൂ ഓഫ് ദ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ഇൻ ഇന്ത്യ ഇൻ ജനറലി 100. ദെൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് ആണ് പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഈസ് GDR. എന്താ GDR പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ബൈ പ്രൈവറ്റ് മാർക്കറ്റ് ടു റേസ് ക്യാപിറ്റൽ ഡിനോമിനേറ്റഡ് ഇൻ US dollars or in euros. It is very similar to American depository receipt and the holder can convert the receipt into specified number of shares. They have no voting rights until it is converted into shares in rupee or term. Then അതുപോലെ തന്നെ അമേരിക്കൻ ഡെപ്പോസിറ്ററി റിസീപ്റ്റ്സ്, അമേരിക്കൻ ഡെപ്പോസിറ്ററി ADR ഇതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ഷെയർ ഓഫ് സ്റ്റോക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഷെയർ ഓഫ് non-US corporations. And ADR also bought and sold on American market just like regular stocks. And this mechanism is very straightforward for the US investor to invest in a foreign issue. So GDR and ADR it is also very important primary instrument. GDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്രൈവറ്റ് മാർക്കറ്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഐദർ ഇൻ US dollars അല്ലെങ്കിൽ യൂറോസിലായിരിക്കും എന്ന് മാത്രം. സോ അതുകൊണ്ട് തന്നെ ഈ ഇൻസ്ട്രുമെൻസിനെ നമ്മൾ ഗ്ലോബൽ ഡെപ്പോസിറ്റ് റിസീപ്റ്റ് എന്നാണ് വിളിക്കുന്നത്. സോ ഇത് നമ്മളുടെ ഇഷ്യൂയിങ് കമ്പനീസിൻ്റെ ഷെയർസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഹോൾഡേഴ്സിന് ഇതിനെ കൺവേർട്ട് ചെയ്യാം നമ്പർ ഓഫ് ഷെയർസിനെ, അതായത് GDR ആ ഷെയർ ഇഷ്യൂയിങ് കമ്പനീസിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഹോൾഡേഴ്സിന് അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. സോ ദ ഷെയർസ് ട്രേഡഡ് ആസ് ഡൊമസ്റ്റിക് ഷെയർസ്, പക്ഷേ ഇറ്റ് ക്യാൻ ബി ഓഫേർഡ് ഫോർ സെയിൽ ഗ്ലോബലി. ബാങ്ക് ബ്രാഞ്ചസ്, ഡിഫറെൻറ്റ് ബാങ്ക് ബ്രാഞ്ചസിൻ്റെ കൂടെ ദേ ക്യാൻ ഓഫർ ടു ദ സെയിൽ ഫോർ ഗ്ലോബലി. സോ Indian companies are allowed to raise equity capital in the international market through the issue of global depository receipt. അപ്പോൾ സെബിയുടെ ഒരു നിയമപ്രകാരം ഇന്ത്യൻ കമ്പനീസിന് ഫോറിൻ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഷെയർസ് അത് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റിസീപ്റ്റിലൂടെ മാത്രമേ പറ്റുള്ളൂ. സോ ഒരു ആപ്ലിക്കൻ്റ് കമ്പനി സീക്കിംഗ് ഗവൺമെൻറ് അപ്രൂവൽ ഇൻ ദിസ് റിഗാർഡ് ഷുഡ് ഹാവ് ഒരു നല്ല ഗുഡ് പെർഫോമൻസ് ട്രാക്ക് ഉണ്ടായിരിക്കണം, ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉണ്ടായിരിക്കണം, കണ്ടിന്യൂസ് 3 years സ്റ്റേബിൾ ആയിരിക്കണം അവരുടെ പെർഫോമൻസ്. സോ അങ്ങനെയുള്ളവർക്കൊക്കെ മാത്രമാണ് ഈ ഒരു ഫെസിലിറ്റി ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഒരു ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതൊരു എത്തരം കമ്പനികൾക്കാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതായത് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സുകളൊക്കെയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ഏരിയാസിലുള്ള
പെട്രോളിയം പ്രോഡക്ട്സുകൾ കൊടുക്കുന്ന കമ്പനികൾ, എയർപോർട്ട്, റോഡ്, പോർട്ട്സ്, അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഡിസൈനൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ഏറ്റെടുക്കുന്ന കമ്പനികൾക്കൊക്കെ വളരെ ബെനിഫിറ്റാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റിസീപ്റ്റ്. സോ JDRൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it can be used for financing capital goods import, capital expenditure including domestic purchase and prepayment of scheduled repayment, external borrowings, equity investmentനൊക്കെ ജോയിൻറ്റ് വെഞ്ചേഴ്സിനൊക്കെ ഇന്ത്യയിൽ വളരെ യൂസ്ഫുൾ ആണ് GDR. അതുപോലെ തന്നെയാണ് അമേരിക്കൻ ഡെപ്പോസിറ്റ് റിസീപ്റ്റ് അഥവാ ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതും ഒരു ഷെയർ ഓഫ് സ്റ്റോക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. But ADRs are bought and sold on അമേരിക്കൻ മാർക്കറ്റിൽ ബോട്ട് ആൻഡ് സോൾഡ് ചെയ്യുന്ന ഷെയർസ് ഓഫ് സ്റ്റോക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ADR എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് for this reason the US banks simply purchase a lot of bulk of shares from the company and reissue them in the exchange of ഇത് അമേരിക്കൻ US ബാങ്ക്സുകൾ സിംപ്ലി ഒരു ലോട്ട് ഓഫ് ബൾക്ക് ഷെയർസൊക്കെ നമ്മുടെ ഇന്ത്യൻ കമ്പനീസിന് പർച്ചേസ് ചെയ്തിട്ട് അവർ റീഇഷ്യൂ ചെയ്യുന്നു അത് എക്സ്ചേഞ്ചസിലൂടെ. സച്ച് ആസ് ADR ആർ ലിസ്റ്റഡ് ഇൻ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാസ്ഡാക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലൂടെയൊക്കെ അവർ ഇഷ്യൂ ചെയ്യുന്നു. സോ ഇങ്ങനെ അത് അപ്പോൾ US ഇൻവെസ്റ്റേഴ്സിനൊക്കെ നമുക്ക് ഫോറിൻ ഇഷ്യൂവിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് എന്ത് അമേരിക്കൻ ഡെപ്പോസിറ്റ് റിസീപ്റ്റ് പോലുള്ള സേവനങ്ങൾ. സോ ഒരു ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റും ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ഫോറിൻ കമ്പനീസിന് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് അക്സസ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ് ഇന്ത്യൻ ഡെപ്പോസിറ്ററി റിസീപ്റ്റ് IDR. Then ADR also, American Deposit Receipt, it is also a share of stock of an investment in share of non-US corporations. Then another primary instruments are foreign currency convertible bonds, that is FCCB. It is an equity linked debt security. It can be converted into equity or deposit receipt within a specified period. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. സോ ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ട്സ് FCCB, it is also a equity linked debt security. It can be converted, FCCB can be converted into equity or deposit receipt within a specified period at a predetermined exchange rate. സോ നമ്മൾ GDR അഥവാ ഗ്ലോബൽ ഡെപ്പോസിറ്റ് റിസീപ്റ്റ് എന്താണെന്ന് പഠിച്ചു. അത് യൂസ്ഫുൾ ഫോർ ഫിനാൻസിങ് ക്യാപിറ്റൽ ഗുഡ്സ് ഇമ്പോർട്ട്സ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒക്കെയാണ് നമ്മൾ നോക്കി. ദെൻ അമേരിക്കൻ ഡെപ്പോസിറ്ററി റിസീപ്റ്റ്, it is bought and sold on American market just like regular stocks ആണെന്ന് പറഞ്ഞു. And it is a share of stock of an investment in shares of non-US corporations ആണെന്ന് പറഞ്ഞു. And US banks purchase bulk lot of shares from the company and exchangesൽ ന്യൂയോർക്ക് എക്സ്ചേഞ്ചസിലൊക്കെ അത് ഓൺ ദ എക്സ്ചേഞ്ചസ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ MXൽ നാസ്ഡാക്കിലൊക്കെ നമ്മൾ അത് ആ ബണ്ടിൽ ഓഫ് ഷെയർസ് റീഇഷ്യൂ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ US ഇൻവെസ്റ്റേഴ്സിന് ഫോറിൻ ഇഷ്യൂവിന് സാധ്യമാക്കുന്ന ഒരു മെക്കാനിസമാണ് ADR എന്നും പഠിച്ചു. ഐ തിങ്ക് യു ആർ വെരി വെരി ക്ലിയർ അബൌട്ട് ദിസ് primary market instruments. Thank you all. So if you have any doubts and queries, you can ask me through our WhatsApp group. So prepare notes of primary market instruments, the classification of equity shares, preference shares, debentures, bonds, GDR and ADR.